പൊന്നാനിയിൽ തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. തെരുവുനായ ആക്രമണത്തിൽ മാറഞ്ചേരി സ്വദേശിയടക്കം 6ഓളം പേർക്കാണ് പരിക്കേറ്റത്. കറുപ്പം വീട്ടിൽ 22 വയസ്സുകാരിയായ റിസ്വാന, കടവനാട് സ്വദേശി ഒലിയിൽ മണ്ണത്തേരി വീട്ടിൽ 24 വയസ്സുകാരിയായ അൽക്ക, കുണ്ടുകടവ് ജംഗ്ഷൻ സ്വദേശി താഴത്തുവളപ്പിൽ 34 വയസ്സുകാരിയായ സാജിദ, പൊന്നാനി നായരങ്ങാടി സ്വദേശി പ്ലാക്കയിൽ വീട്ടിൽ 52 വയസ്സുകാരി നിഷ, മാറഞ്ചേരി സ്വദേശി ഒസാര വീട്ടിൽ 44 വയസ്സുകാരി ജുബൈരിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9:30ഓടെയാണ് ആദ്യ സംഭവമുണ്ടായത്. കുണ്ടുകടവ് ജംഗ്ഷനിലെ റോഡിലിറങ്ങിയ നായ ജോലി സ്ഥലത്തേക്ക് പോകുന്നതിനിടയിൽ ബസ്സിറങ്ങിയ ആൽക്കയുടെ വലതുകാലിലെ തുടയിൽ കടിച്ചു. തുടർന്ന് 10 മണിയോടെ കുണ്ടുകടവ് ജംഗ്ഷനിൽ വെച്ച് റിസ്വാനയുടെ വലതുകാലിലും കടിച്ച് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. സാജിദ വീടിന് പുറത്തിറങ്ങിയപ്പോൾ ഇടത് കൈക്ക് കടിയേറ്റു. കുണ്ടുകടവ് ജംഗ്ഷനിലെ സ്വകാര്യ ക്ലിനിക്കിലേക്ക് എത്തിയ അധ്യാപികയായ നിഷ കാർ പാർക്ക് ചെയ്ത് ഇറങ്ങുന്നതിനിടയിൽ വലതുകാലിൽ നായ കടിക്കുകയായിരുന്നു. മാറഞ്ചേരി സ്വദേശി ജുബൈരിയ വീടിന്റെ അടുക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോഴാണ് നായ വലതുകാലിൽ കടിച്ചത്. ഞാൻ സൈഡിലേക്ക് മാറി, പക്ഷെ വന്ന് നേരെ എനിക്ക് കടിച്ച് ആ കടിയുടെ ഇതിൽ ഞാൻ മറന്നു തലയൊക്കെ മറിച്ചു, കാല് കടിച്ചു പറിച്ചു. പെട്ടെന്ന് നായ വരുന്നത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതോ? എപ്പോഴാണ് സംഭവം? വീടിന്റെ വാതിൽ തുറന്ന് അടുക്കള വാതിൽ. അപ്പൊ നായ എടുക്കുന്ന കണ്ടില്ല, നായ ചാടിയിട്ട് കാല് തുടരുത്, കാല് തുടക്കി. വീട്ടിൽ നിന്ന് പോന്നിട്ട് ബസ് ഇറങ്ങിയായിരുന്നു ജംഗ്ഷൻ്റെ അവിടെ കുരി ഡോക്ടർ അവിടെ. അപ്പോഴാണ് നായ ചാടി കടിച്ചത്. അപ്പോൾ തന്നെ ഓട്ടോറിക്ഷ കയറിയിരുന്ന് ഈ 2 കുട്ടികളാണ് ആളെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ഞങ്ങൾ തെരച്ചിൽ കേട്ടിട്ടാണ് പോയി നോക്കിയത്. അപ്പോൾ ഓട്ടോയിൽ കയറിയിരിക്കുകയായിരുന്നു. ഞങ്ങളെ കൂടി ചെയ്യാൻ പറ്റുന്ന സഹായം എന്ന് പറഞ്ഞത് ഇതേപോലെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് മാത്രമേ. അത് ഞങ്ങൾ പരിക്കേറ്റവർ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പൊന്നാനി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ CP സക്കീർ പരിക്കേറ്റവരെ സന്ദർശിച്ചു. അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കുണ്ടുകടവ് ജംഗ്ഷനിൽ വെച്ച് 6 പേരെ ഒരു നായ ആക്രമിക്കുന്ന ദയനീയമായ സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അടിയന്തരമായി ഇവിടെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയും ആവശ്യമായ ചികിത്സ ലഭ്യമാക്കുകയുമാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അതിനാവശ്യമായ വാക്സിനാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇനി ആവശ്യമെങ്കിൽ ഉയർന്ന രീതിയിലുള്ള ചികിത്സ ലഭ്യമാക്കുക എന്നത് നഗരസഭ ഏറ്റെടുക്കുകയാണ്. ഈ നായയുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതി വിധി നിലനിൽക്കുന്നത് കൊണ്ട് അതിന് സുപ്രീം കോടതി വിധിക്ക് എങ്ങനെ പാലിച്ചും കൊണ്ട് മുന്നോട്ട് പോകാം എന്ന കാര്യം നഗരസഭ ആലോചിച്ച് തീരുമാനവും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി നായക്കെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് നഗരസഭ ചെയ്യാൻ പോകുന്നത്. ഇതിന് എല്ലാവരും ഒറ്റക്കെട്ടായി ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ, ഇത് വ്യാപകമായൊരു വിഷയമാണ്, പൊന്നാനി നഗരസഭയിൽ മാത്രമുള്ളൊരു വിഷയമല്ല. ഈ തെരുവുനായ ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള അടിയന്തര ഇടപെടലുകളാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ബന്ധപ്പെട്ട ആരോഗ്യവകുപ്പ് വിഭാഗം ഇവരെല്ലാമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഉടനടി ഇതിന് പ്രതിരോധിക്കാനുള്ള പ്രവർത്തനം നഗരസഭ നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.